ജനറൽ അസംഷൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൻ്റെ പൊതുവായിട്ടുള്ള അസംഷൻസ് ആണ് പറയുന്നത്. ദ ഫേം ഈസ് എ ഗോയിങ് കൺസേൺ ആൻഡ് ഇറ്റ് ഹാസ് പെർപെക്ച്വൽ ലൈഫ്. ഒരു ഫേം എന്ന് പറയുന്നത് ഒരു ഗോയിങ് കൺസേൺ ആയിരിക്കും, അതിന് പെർപെക്ച്വൽ ലൈഫ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിക്കലും ഒരു ഫേം അവസാനിക്കുന്നില്ല എന്നാണ് ഒന്നാമത്തെ അസംഷൻ. അടുത്തത്, ഒരു ഫേമിന് 2 സോഴ്സ് ഓഫ് ഫണ്ടാണുള്ളത്, ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. കമ്പനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നില്ല, അതർ സോഴ്സ് ഓഫ് ഫിനാൻസസും യൂസ് ചെയ്യുന്നില്ല, ഡെറ്റും ഇക്വിറ്റീസും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്ത അസംഷൻ, ഫേമിന് റീറ്റൈൻഡ് ഏണിങ്സ് ഉണ്ടാകത്തില്ല, 100% ഡിവിഡൻഡ് പേ ഔട്ട് പോളിസിയാണ്, 100% പ്രോഫിറ്റും പേ ഔട്ട് ചെയ്തു കൊടുക്കുന്നു. അടുത്ത അസംഷൻ, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡെറ്റിനെ റെഡീം ചെയ്തുകൊണ്ടോ റൈസ് ചെയ്തുകൊണ്ടോ ലിവറേജിൻ്റെ ഡിഗ്രിയെ ചേഞ്ച് ചെയ്യിക്കുന്നു. The degree of leverage can be changed by rising or redeeming debt or by issuing equity shares. അടുത്തത്, ഒരു ഫേമിൻ്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിനെ പറ്റി എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്ത അസംഷൻ, ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യുന്നില്ല, ഗ്രോ ചെയ്യുന്നില്ല എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ദ ഫേം ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ഗ്രോ. അടുത്തത്, ബിസിനസ് റിസ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിലിറ്റി ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം കാൾഡ് ബിസിനസ് റിസ്ക് ആൻഡ് വേരിയബിലിറ്റി ഇൻ EPS കാൾഡ് ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ഒരു ഫേമിൻ്റെ ബിസിനസ് റിസ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ വേരിയബിലിറ്റി ഉണ്ടാകില്ല. അടുത്ത അസംഷൻ, അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത അസംഷൻ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് നിലനിൽക്കുന്നില്ല. കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഈ കോൺസെപ്റ്റ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി വന്നപ്പോൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് അസംഷൻസ്? ഒരു ഫേം ഒരു ഗോയിങ് കൺസേൺ ആയിരിക്കും, അതിന് പെർപെക്ച്വൽ ലൈഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 സോഴ്സ് ഓഫ് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്, ഡെറ്റും ഇക്വിറ്റിയും, അല്ലാതെ പ്രിഫറൻസ് ഷെയറൊന്നും പ്രിഫറൻസ് ഷെയറിനെ യൂസ് ചെയ്യുന്നില്ല, വേറെ സോഴ്സ് ഓഫ് ഫണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. റീറ്റൈൻഡ് ഏണിങ്സ് നിലനിൽക്കുന്നില്ല, 100% ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഡിഗ്രി ഓഫ് ലിവറേജ് ചേഞ്ച് ചെയ്യുന്നു, ഏതിലൂടെ? ബൈ റൈസിങ് ഓർ റെഡീമിങ് ഡെറ്റ് ഓർ ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ഏണിങ്സിനെ പറ്റി ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും സെയിം പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ഇൻകം ഗ്രോ ചെയ്യുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബിസിനസ് റിസ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അസറ്റും ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ഇൻകം ടാക്സ് നിലനിൽക്കുന്നില്ല.